നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പതിവ് വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ തെരുവ് നായശല്യം. ഈ തെരുവ് നായശല്യത്തിൽ ഏറെ പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കൊട്ടിയൂർ പഞ്ചായത്തിലെ ജനങ്ങൾ. മന്നഞ്ചേരിയിലെ താഴെ ഉന്നതിയിലെ ലീലയ്ക്ക് ഇപ്പോൾ തെരുവ് നായശല്യത്തിൽ നഷ്ടമായത് അവരുടെ ഉപജീവന മാർഗമായ ഒരാടിനെയാണ്. ഇന്നലെ രാവിലെ 12 മണിയായപ്പോഴത്തേനാണ് നമ്മൾ ആടിനെ മേയ്ക്കാൻ അമ്മയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ കൊണ്ടുപോയി 1:50 ഒക്കെ ആയപ്പോൾ അവർ ഇങ്ങോട്ട് വിളിച്ചത് താഴേന്ന്. പിന്നെ ആടിനെ പട്ടി കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചത്. അപ്പോൾ പട്ടി കടിച്ചിട്ടുണ്ട്, ഒന്ന് വരാനാണ് പറഞ്ഞത്. അപ്പം പിന്നെയും ഞങ്ങൾ ഓടിപ്പോകുമ്പോഴത്തേനും പട്ടി കടിച്ചു, ആട് ചത്ത് വീണിട്ടുണ്ടായിരുന്നു. അമ്മ പട്ടി കടിച്ചിട്ടിടന്ന് അമ്മ ആടിനെ എടുത്തുകൊണ്ട് വരികയോ ചെയ്തത്. അപ്പോഴത്തേനും കുറച്ചൊരു ശ്വാസം പോലെ ഉണ്ടായിരുന്നു. അമ്മ കുറച്ച് വെള്ളമൊക്കെ കുടഞ്ഞു. എന്നിട്ട് നോക്കുമ്പോഴത്തേനും ആട് ചത്തുപോവുകയോ ചെയ്തത്. അപ്പോൾ ഇന്നലെ ഈ ഡോക്ടറൊക്കെ വന്നിരുന്നു. ഡോക്ടർ പറഞ്ഞ് അതിൻ്റെ രക്തമൊക്കെ കട്ട പിടിച്ച് ഓരോ അവയവം എടുത്ത് കാണിച്ചു തന്നു ഞങ്ങൾക്ക്. ഇതെങ്ങനെ ആയതുകൊണ്ടാണ് ആട് ചാകാൻ കാരണമെന്നൊക്കെ പറഞ്ഞു. 3-4 നായ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു. 3-4 അമ്മമാർ വിറകിന് പോയതാണ് അമ്മമാരൊക്കെ. അപ്പോൾ അമ്മമാരെയും കടിക്കേണ്ടതായിരുന്നു. ഞാൻ ആടിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആടിന് പുറകെ പട്ടി ഓടി 3 നമ്മളെ 3 വട്ടം ചുറ്റി കളഞ്ഞു. നമ്മളെ ഭാഗത്ത് സൈഡൊക്കെ കയറുന്ന വെച്ചാൽ രക്ഷപ്പെട്ടെ. ഇവിടെ ഈ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യം മുമ്പുണ്ട്. നായ്ക്കളാന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിനെല്ലാം പട്ടികളുണ്ട്. പിള്ളേര് സ്കൂളിൽ പോകുന്ന പിള്ളേരല്ലേ. അപ്പം ഞങ്ങൾ അവരെ ബസ്സിനാണ് പറഞ്ഞു വിടുന്ന പിള്ളേരെ. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പക്ഷേ ഈ പട്ടീനെ പേടിച്ചിട്ടാണ് പിള്ളേർ ബസ്സിന് പോകുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഇന്നലെ മന്നഞ്ചേരി ഉന്നതിയിൽ ലീല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആടിനെ ഇപ്പോൾ തെരുവ് നായകൾ കടിച്ച് കൊല്ലുകയും 3-4 ആടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിനെ തെരുവ് നായ കടിച്ചു കൊന്നിട്ടുണ്ട്. അത് കുടുംബശ്രീ ജില്ലാ മിഷൻ സ്വയം തൊഴിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൊടുത്ത ആടായിരുന്നു. ആടിനെ കടിച്ചു വന്ന അപ്പോൾ തന്നെ നമ്മൾ വെറ്റിനറി ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് അതിനെ പരിശോധിക്കുകയും അതിന് പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിന് വേണ്ടുന്ന നടപടികളെല്ലാം ഡോക്ടർ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നലെ 9-ാം വാർഡിൽ ഒരാടിനെ പട്ടി കടിച്ച് ആട് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഉത്തരവാദപ്പെട്ട ഡോക്ടറെ എല്ലാം വിളിക്കുകയും അതിനുശേഷം ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ഡിപ്പാർട്ട്മെൻറ്റിനെ എല്ലാം വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 23-ാം തീയതി ഉള്ളതാണ് നമുക്ക് ഡേറ്റ് തന്നിരിക്കുന്നത്, ജനുവരി. പക്ഷേ നമ്മളിപ്പം നാളെ തന്നെ അടിയന്തരമായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് തെരുവുനായകളെ പിടിച്ചുകൊണ്ടുപോയി അന്തീകരണം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോകും. ഇന്ന് ഡോക്ടറെ വിളിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ നായ്ക്ക് പേവിഷബാധ അല്ല പേയുള്ള നായ അല്ല എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും തെരുവുനായകളെ പിടിച്ചുകൊണ്ടുപോയി വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ആടിനെ ഇൻഷുർ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇൻഷുറൻസ് തുക അവർക്ക് ലഭിക്കുന്നതാണ്. കുഞ്ഞു കുട്ടികളടക്കം നടന്നു പോകുന്ന റോഡരികില ഇങ്ങനെ തെരുവ് നായ്ക്കൾ കൂട്ടമായി നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് വളർത്തു മൃഗമാണെങ്കിൽ നാളെ അത് നമ്മളിൽ ഒരാളാകാം. ഈ തെരുവ് നായ ശല്യത്തിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര, ട്രൂത്ത് വിഷൻ ന്യൂസ്, കേളകം.